നമുക്കറിയാം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എല്ലാ സെക്ഷൻസും എല്ലാ റൂൾസും വളരെ പ്രധാനം, എന്നാൽ വളരെ തുടർച്ചയായി ചോദിക്കുന്ന കുറച്ച് സെക്ഷൻസും. വെൽക്കം ടു എൻട്രി കോർപ്പറേറ്റ് ബാങ്കിങ്. ഞാൻ പ്രകീഷ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എക്സാമിനേഷനാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലേ. അപ്പോൾ എക്സാമിനേഷൻ അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഒക്കെ ജനുവരി 31 വരെ ഡേറ്റ് ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ആ ഒരു ഡേറ്റിന് മുന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് കൃത്യമായി അയച്ചുകൊണ്ട് തയ്യാറെടുക്കുക. കാരണം നമുക്കറിയാം സഹകരണ മേഖലയിൽ തന്നെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ് എന്ന് പറയുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലേ. ആ ഒരു തസ്തികയിൽ കയറി ഒരുപക്ഷെ അഡീഷണൽ രജിസ്ട്രാർ ആയവരെയൊക്കെ വിരമിക്കാനുള്ള വലിയൊരു ചാൻസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തും. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ വളരെ വളരെ പ്രിസൈസ് ആ ഒരു സിലബസ് നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. കോർപ്പറേഷൻ, ബാങ്കിങ്, IT ആൻഡ് സൈബർ ലോ അടങ്ങുന്ന വളരെ പ്രിസൈസ് ഒരു സിലബസ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ആ സിലബസ് വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമുക്കറിയാം 2018 ശേഷമാണ് ഒരു എക്സാമിനേഷൻ വരുന്നത്. ശ്രദ്ധിക്കണം, 2018 ശേഷമാണ് ഈ ഒരു എക്സാമിനേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ എക്സാമിനേഷൻ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കൃത്യമായ സിലബസ്, അതായത് കോർപ്പറേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്, അതുപോലെ ബാങ്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് IT ആൻഡ് സൈബർ ലോ, ഈ 3 ഭാഗങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത്. ഇനി പ്രത്യേകിച്ച് ഇനി ഭാവിയിൽ ഒരു അപ്ഡേഷൻ നമുക്ക് സിലബസിൽ വരുമെന്ന് അറിയില്ല. എങ്കിൽ പോലും നമുക്കിപ്പോൾ ലഭ്യമായ ഈ സിലബസ് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, വളരെ കൃത്യമായി പഠിക്കുക. അപ്പോൾ അവിടെ പ്രത്യേകിച്ചും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത്തരത്തിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ക്യാപിറ്റൽ എക്കണോമി, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസ് ആർ ഓൺഡ് ബൈ ഓപ്ഷൻ എ ഗവൺമെന്റ്, ഓപ്ഷൻ ബി പാർലമെന്റ്, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് കോർപ്പറേഷനും വിവിധ തരത്തിലുള്ള എക്കണോമിക് ഓർഗനൈസേഷനും തമ്മിലുള്ള ബന്ധം, അതായത് ക്യാപിറ്റലൈസേഷനും സോഷ്യലിസവും അതുപോലെ തന്നെ കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നമുക്കറിയാം കഴിഞ്ഞ JCR ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ തന്നെ ഏകദേശം 3-4 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നാണ്, ഈ പറയുന്ന എക്കണോമിക് ഓർഗനൈസേഷൻസും കോർപ്പറേഷനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വന്നാണ്. അപ്പോൾ അവിടെ അതേപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ക്യാപിറ്റൽ എക്കണോമിയിൽ, ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ലാൻഡും ലേബറും ക്യാപിറ്റലൊക്കെ ഓൺ ചെയ്യുന്നത് ആരാണ്, ആരുടെ ഉടമസ്ഥാവകാശം? തീർച്ചയായിട്ടും നമുക്കറിയാം ക്യാപിറ്റലിസം, മുതലാളിത്തം എന്ന് പറയുന്നത് എപ്പോഴും, മൂലധനം എന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ്, വ്യക്തികൾക്കാണ് പ്രാധാന്യം അല്ലേ. അല്ലാതെ ജനസമൂഹത്തിനോ പീപ്പിളിനോ അല്ല, ആർക്കാണ്? വ്യക്തികൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആരാണ് ഓൺ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് ഇൻഡിവിജ്വൽ ആയിരിക്കും ഓൺ ചെയ്യുക. ആരാണ് ഓൺ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ലാൻഡും ലേബറും ക്യാപിറ്റലൊക്കെ ഓൺ ചെയ്യുന്ന ആരായിരിക്കും? ഇൻഡിവിജ്വൽ ആയിരിക്കും. അപ്പോൾ ഇത്തരം ഭാഗത്തുള്ള ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടാണ്. അത് നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യം. അപ്പോൾ നമുക്ക് സോഷ്യലിസവും കമ്മ്യൂണിസവും കോർപ്പറേഷനും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിച്ചു വെക്കുക. അതങ്ങനെ എളുപ്പം തള്ളിക്കളയേണ്ട ഒരു ഭാഗമല്ല. സാധാരണ CSCBയിലൊന്നും അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷേ JCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അതിനെ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇയർ ഇൻ വിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വാസ് പബ്ലിഷ്ഡ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഒരു വലിയ ഇസങ്ങളുടെ ഭാഗമായിട്ട് രൂപീകരിച്ച വലിയ തത്വമാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് അല്ലേ. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 1844, 1845, 1850, 1848. ഏത് വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? നമുക്കറിയാം കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടിയിട്ടാണ് അങ്ങനെ ഒരു തത്വസംഹിത ലോകത്തിനാകെ സമ്മാനിച്ചത്. പിന്നീട് നമുക്കറിയാം ഈ പറയുന്ന ക്യാപിറ്റലിസത്തിനൊക്കെ പ്രതിവിധിയായിട്ട് സോഷ്യലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം സോഷ്യലിസം നിലയിൽ അവതരിക്കപ്പെട്ടതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വന്നത് ഏത് വർഷമാണ്? 1848 ആര്, നമ്മുടെ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടി ലോകത്തിന് എന്ത് സമ്മാനിച്ചു? കമ്മ്യൂണിസം എന്നൊരു ആശയം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ സമ്മാനിക്കുന്നു എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ പ്രതീക്ഷിക്കാവുന്നതാണ്. 1894. ഇത്തരം വർഷങ്ങൾ കൊണ്ടുള്ള ചോദ്യങ്ങൾ JCയിലൊക്കെ പ്രതീക്ഷിക്കാം. ഒരു നമുക്കറിയാം JCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ വർഷങ്ങൾ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ആ ചോദ്യങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈസ് ചെയർമാൻ ഓഫ് കേപ്പ് ഇൻ കേരള. കേപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അല്ലേ. അതിൽ കേരളത്തിൽ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ചീഫ് മിനിസ്റ്റർ, ഓപ്ഷൻ ബി മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കേപ്പ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അല്ലെ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേപ്പ് എന്ന് പറയുന്നത്. അതിന്റെ വൈസ് ചെയർമാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് വൈസ് ചെയർമാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. അതിന് ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം. എന്താണ്? ആരാണോ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ ആരാണോ അദ്ദേഹമാണ് അതിന്റെ ചെയർമാനായിട്ട് വരും. അപ്പോൾ വൈസ് ചെയർമാൻ ആരാണ് ആ സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് മന്ത്രി, അദ്ദേഹമായിരിക്കും ആ കേപ്പിന്റെ എന്തായിട്ട് വരുന്നത്? നമ്മുടെ വൈസ് ചെയർമാനായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ, സഹകരണ വകുപ്പ് മന്ത്രിയാണ് കേപ്പിന്റെ എന്തായിട്ട് വരുന്നത്? വൈസ് ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ കേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നതിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് ചെയർമാനായിട്ട് വരുന്ന ആരാണ്? മുഖ്യമന്ത്രിയും. വൈസ് ചെയർമാൻ ആരാണ്? സഹകരണ വകുപ്പ് മന്ത്രിയുമാണെന്നുള്ളതാണ് പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സർചാർജ് ഇസ് ലെവിഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. സർചാർജ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് ലെവി ചെയ്യുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 69, ഓപ്ഷൻ ബി സെക്ഷൻ 68, ഓപ്ഷൻ സി സെക്ഷൻ 69, ഓപ്ഷൻ ഡി 66. ഏതാണ് വരുന്നത്? നോക്കി നോക്ക്. സർചാർജ്. ഈ സർചാർജ് അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സെക്ഷൻസ് വരും. നമുക്കറിയാം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എല്ലാ സെക്ഷൻസും എല്ലാ റൂൾസും വളരെ പ്രധാനം. എന്നാൽ വളരെ തുടർച്ചയായി ചോദിക്കുന്ന കുറച്ച് സെക്ഷൻസും റൂൾസും ഉണ്ട്. അത് പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ സർചാർജിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? തീർച്ചയായിട്ടും സെക്ഷൻ 68, 68. സെക്ഷൻ 68 എന്തിനെ കുറിച്ച് പറയുന്നത്? സർചാർജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, ഒരുപാട് റൂൾസ് ഉണ്ട്. അത് കൃത്യമായി പഠിച്ചു വെക്കണം. ആ റൂൾസിനും സെക്ഷൻസിനുള്ള പ്രത്യേകത നമുക്കറിയാം, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, സ്റ്റേറ്റ് കോർപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ. സ്റ്റേറ്റ് കോർപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം സഹകരണ മേഖലയിൽ സഹകരണ സംഘങ്ങളിലേക്കുള്ള ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് കോർപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 28B, സെക്ഷൻ 29, സെക്ഷൻ 28A, സെക്ഷൻ 30. ഏത് സെക്ഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് കോർപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? സെക്ഷൻ 28B പ്രകാരമാണ്. നമുക്കറിയാം സഹകരണ മേഖലയിൽ സഹകരണ സംഘങ്ങളിലേക്കുള്ള ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത്തരത്തിൽ അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഏത് സെക്ഷനാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള കുറെ കമ്മിറ്റികളും അതുപോലെ തന്നെ ബോർഡുകളുടെയൊക്കെ രൂപീകരണം, സർക്കിൾ കോർപ്പറേറ്റീവ് യൂണിയൻ, നാഷണൽ കോർപ്പറേറ്റീവ് യൂണിയൻ എന്ന് ഇതിൽ വരുന്നു, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയൻ ഏത് സെക്ഷൻ, ഇതൊക്കെ കൊണ്ടുള്ള സെക്ഷൻസ് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെക്ഷൻസ് കൃത്യമായി പഠിച്ചു വെക്കണം. ഓക്കെ, ECS മീൻസ് ബാങ്കിങ് മേഖല എന്നൊരു ചോദ്യമാണ്. എന്താണ് ECS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാങ്കിങ് മേഖല ചോദ്യം. നമ്മൾ എല്ലാവരും ECSന്റെ ഉപഭോക്താക്കളാണ് അല്ലേ? കാരണം നമ്മളൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് എല്ലാ മാസവും നമ്മുടെ EMI ഒക്കെ പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ECSുമായിട്ട് ബന്ധപ്പെടും. പക്ഷെ അത് ECS ആണെന്ന രീതിയിൽ നമുക്കറിയില്ല അല്ലേ? അപ്പോൾ എന്താണ് ECS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോണിക് ചെക്ക് ക്ലിയറൻസ് ആണോ, ഇലക്ട്രോണിക് കസ്റ്റമർ സർവീസ് ആണോ, ഇലക്ട്രോണിക് കൺസ്യൂമർ സർവീസ് ആണോ, അതോ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണോ? തീർച്ചയായിട്ടും എന്താണത്? ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ്. ഇങ്ങനെയുള്ള എക്സ്പാൻഷൻസ് JCയുടെ എക്സാമിനേഷൻസ് വളരെ കൃത്യമായി ചോദിക്കാറുണ്ട്. അത് CTSന്റെയും നെഫ്റ്റിൻ്റെയും എന്താണ്, RTGS എന്താണ്, അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് എക്സ്പാൻഷൻസ് എന്ത് ചെയ്യാറുണ്ട്? JCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സോ നമ്മൾ ആ എക്സ്പാൻഷൻസ് എന്താണ് ECS എന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം പോരാ, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം പോരാ, അതിൻ്റെ ഈ ഫുൾ ഫോമുകളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ എക്സ്പാൻഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, എ ചെക്ക് വിച്ച് ഇസ് ടോൺ ഇൻ ടു പീസസ് അല്ലേ? മുഷിഞ്ഞ് അല്ലെങ്കിൽ കീറി പോയിട്ടുള്ള ചെക്കിന് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ഓപ്ഷൻ ബി മ്യൂട്ടിലേറ്റഡ് ചെക്ക്, ഓപ്ഷൻ സി ആൻഡഡേറ്റഡ് ചെക്ക്, ഓപ്ഷൻ ഡി സ്റ്റെയിൽ ചെക്ക്. ടോൺ ഇൻ ടു പീസസ് നമുക്കറിയാം, കീറി പറഞ്ഞ് അല്ലെങ്കിൽ മുഷിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചെക്കിന് നമ്മൾ എന്താണ് സാധാരണ പറയുക? സാധാരണ മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്നാണ് പറയുക. എന്താ പറയുക? മ്യൂട്ടിലേറ്റഡ് ചെക്ക്. അതുപോലെ തന്നെ നമുക്ക് കാലാവധി മുന്നോട്ടുള്ള ഡേറ്റ് വന്നിട്ട് ചെക്കിന് നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുക. പിന്നിലേക്കുള്ള ഇത് വരുന്നതിന് നമ്മൾ ആൻഡഡേഡ് ചെക്ക് എന്ന് പറയും. അതുപോലെ തന്നെ സ്റ്റെയിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെക്കിന്റെ കാലാവധിയായിട്ടുള്ള 3 മാസം കഴിഞ്ഞുള്ള ചെക്കിന് നമ്മൾ എന്ത് പറയും? ഈ പറയുന്ന സ്റ്റെയിൽ ചെക്ക് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ട് ചെക്കുകളുണ്ട്. ഇതിന്റെ ടൈപ്സ് ഒക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ടൈപ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഡാഷ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൽ ആവശ്യമില്ലാത്തത് ഏത്? ഡാഷ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ പ്രോമിസറി, നോട്ട് റിക്വയർഡ് ഇൻ പ്രോമിസറി നോട്ട്. എന്താണ് പ്രോമിസറി നോട്ടിൽ ആവശ്യമില്ലാത്തത്? ഓപ്ഷൻ എ നോട്ടിംഗ്, ഓപ്ഷൻ ബി ഡിസ്കൗണ്ടിങ്, ഓപ്ഷൻ സി എൻഡോഴ്സ്മെന്റ്, ഓപ്ഷൻ ഡി ആക്സെപ്റ്റൻസ്. എന്താണ് ആവശ്യമില്ലാത്തത്? തീർച്ചയായിട്ടും ആക്സെപ്റ്റൻസ്. കാരണം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ എഴുതുന്ന സമയത്ത് അവിടെ ക്രെഡിറ്റർ ആണ് ഉണ്ടാക്കുന്നത് അല്ലേ? അവിടെ നമ്മൾ ഡെപ്റ്റർക്ക് കൊടുത്തത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതൊരു ബില്ലായി മാറുന്നുള്ളൂ. പക്ഷെ പ്രോമിസറി നോട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം എഴുതുന്നത് തന്നെ ആരാണ്? ആർക്കാണ് പണം കൊടുക്കുകയാണ്, ആരാണ് പണം നൽകാനോ ആ വ്യക്തി തന്നെ എഴുതി തയ്യാറാക്കുന്ന ഒരു പ്രോമിസാണ്. അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യം വരുന്നില്ല? ആക്സെപ്റ്റൻസിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു പ്രോമിസറി നോട്ടിൽ ആവശ്യമില്ലാത്തത് ഏതാണ്? ആക്സെപ്റ്റൻസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. NPA സ്റ്റാൻഡ്സ് ഫോർ. NPAയുടെ ഫുൾ ഫോം എന്താണ്? NPA ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അപകടകരമായ പ്രശ്നമാണ് NPA എന്ന് പറയുന്നത് അല്ലേ? എന്താണ് NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെറ്റ് പെർഫോമിംഗ് അസറ്റ് ആണോ, നെറ്റ് പ്രൊഡക്ടിവിറ്റി അക്കൗണ്ട് ആണോ, നോൺ പെർഫോമിംഗ് അസറ്റ് ആണോ? നൺ ഓഫ് ദീസ്. എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലേ? ഒരു ലോൺ നമുക്ക് കൃത്യമായി തിരിച്ചടയ്ക്കപ്പെട്ടില്ലെങ്കിൽ അത് 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോണിലേക്ക് 90 ദിവസം കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒരു ചാർജോ അല്ലെങ്കിൽ ഒരു എമൗണ്ടും ചെന്നിട്ടില്ല, അടവ് ചെന്നിട്ടില്ല, അതെന്തായി മാറും? NPAയിലേക്ക് പോകും. നോൺ പെർഫോമിംഗ് അസറ്റ്. ബാങ്കിനെ സംബന്ധിച്ച് ആ അസറ്റിൽ നിന്ന് എന്തും ലഭിക്കുന്നില്ല, പ്രത്യേകിച്ച് റിട്ടേൺസ് ഒന്നും ലഭിക്കാത്ത അവസ്ഥയാണ് നമ്മൾ എന്താ പറയുക? നോൺ പെർഫോമിംഗ്. എല്ലാ ബാങ്കുകളെ സംബന്ധിച്ച് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് NPA എന്ന് പറയുക. ആ NPA കുറച്ചു കൊണ്ടുവരാനാണ് എപ്പോഴും എല്ലാ ബാങ്കുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ബാങ്കിങ്ങിൽ നിന്നും അതുപോലെ കോപ്പറേറ്റീവ് ലോ എന്നുള്ള നിരവധി ചോദ്യങ്ങളാണ്, അതുപോലെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള നിരവധി ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും JC പ്രതീക്ഷിക്കാം. അപ്പോൾ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് എഴുതേണ്ട അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജനുവരി 31. പക്ഷേ ആ 31 വരെ നിങ്ങൾ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് അയക്കുക. അതുപോലെ തന്നെ എൻട്രിയിൽ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ബാച്ചിലേക്കും ജനറൽ ബാച്ചിലേക്കും ജോയിൻ ചെയ്യാനുള്ള വലിയ അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.